ഇപ്പൊ ഒരു കവൻ ചർച്ചിച്ചു ഞാൻ ധരിച്ചു സ്വപ്പ് തല കയറിയിരുന്നു ചെറിയ പുളി ചോട്ടിച്ച് വിളിച്ച് അർജന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് എന്തെല്ലാം ജാതി പനിയുണ്ടെന്ന് പോയില്ല ചള്ളും പുള്ളും എല്ലാം കൂടെ ഉണ്ട് അർജന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ബാബാ ഓട്ടോനെ വെള്ളി പിന്നെ ബാപ്പ തരും ബാപ്പയൊക്കെ ചൊല്ലോണ്ട മാമ്മയൊക്കെ ഡെങ്കിപ്പനിയെ മഴക്കാലത്ത് വളരെ കൂടുതലായി കാണുന്ന ഒരു പനിയാണ് ഡെങ്കിപ്പനി. ഇതിന് കാരണം ഒരു വൈറസാണ്. ഏഡിസ് എജിപ്തി എന്ന കൊതുകാണ് ഈ അസുഖം പരത്തുന്നത്. ഇവ പകൽ സമയത്താണ് കടിക്കുക. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് പനി, കടുത്ത തലവേദന, കണ്ണിന്റെ പിൻവശത്ത് വേദന, പേശിവേദന, സന്ധിവേദന, നട്ടെല്ലിന്റെ ഭാഗത്ത് വേദന, വിശപ്പില്ലായ്മ, അമിത ക്ഷീണം, ഓക്കാനം, ഛർദി, വയറുവേദന. പനി വന്നാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ സമീപിക്കുക. ഡെങ്കിപ്പനിക്ക് രോഗലക്ഷണങ്ങൾക്കനുസൃതമായ ചികിത്സയാണ് നൽകുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമല്ല ഡെങ്കിപ്പനി. ഡെങ്കി വൈറസ് അണുബാധമുള്ള പെൺ ഏഡീസ് കൊതുകുകളുടെ കടി മൂലം മാത്രമാണ് ഈ അസുഖം പടരുക. അതുകൊണ്ട് ഈ അസുഖത്തെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കൊതുക് നശീകരണമാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഏഡീസ് കൊതുകുകൾ തെളിഞ്ഞ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. അതുകൊണ്ട് ചിരട്ട, കൊതുമ്പ്, പൊട്ടിയ കുപ്പികൾ, ചട്ടികൾ, ഫ്ലവർ വേസ്, ബക്കറ്റ്, മുട്ടത്തോട്, പ്ലാസ്റ്റിക് കവറുകൾ ഇവയിൽ കത്തിച്ചു കളയാൻ കഴിയുന്നവ നമ്മൾ കത്തിച്ചു കളയുകയും കത്തിച്ചു കളയാൻ പറ്റാത്തവ വെള്ളം ശേഖരിക്കാതിരിക്കാൻ വേണ്ടി കമത്തി വെക്കുക. കെട്ടിക്കിടക്കുന്ന ഇടത്തെ ഏഡീസ് കൊതുകുകൾ ഉണ്ടാകൂ. ഏഡീസ് കൊതുക് ഇല്ലെങ്കിൽ ഡെങ്കിപ്പനി ഉണ്ടാവുകയില്ല.